is everything going? Hope it's going really well. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നീ വിളിച്ചപ്പോൾ ഞാൻ ബിസി ആയിരുന്നു, നീ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു, മഴ പെയ്ത സമയത്ത് ഞാൻ ബസ് സ്റ്റോപ്പിലായിരുന്നു, ഇങ്ങനെയൊക്കെ പറയാറില്ലേ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പം ആയിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഒരു ക്ലാസ് എടുത്തതാണ് ഓൾറെഡി. വാസ് വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആയിരുന്നു എന്ന് പറയാറ്. ഓക്കെ, അപ്പം ഇപ്പോൾ പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കാം. മഴ പെയ്തപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലായിരുന്നു. അപ്പം ഞാനാണല്ലേ, സോ ഫസ്റ്റ് ഐ ആണ് വരിക. ഐ വാസ് ബസ് സ്റ്റോപ്പിൽ, അറ്റ് ദി ബസ് സ്റ്റോപ്പ്. ഐ വാസ് അറ്റ് ബസ് സ്റ്റോപ്പ് വെൻ ഇറ്റ് റെയിൻഡ്. മഴ പെയ്തപ്പോൾ. സോ വെൻ ഇറ്റ് റെയിൻഡ്, ഓൾറെഡി പെയ്ത് കഴിഞ്ഞു അല്ലേ, മഴ പെയ്തപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പം ഓൾറെഡി ആ കാര്യം കഴിഞ്ഞു പോയി, പാസ്റ്റ് ആണ്, അതുകൊണ്ടാണ് അവിടെ റെയിൻഡ് എന്ന് വരുന്നത്. സോ ഐ വാസ് അറ്റ് ദി ബസ് സ്റ്റോപ്പ് വെൻ ഇറ്റ് റെയിൻഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. നീ വിളിച്ചപ്പം ഞാൻ ബിസി ആയിരുന്നു. എങ്ങനെ പറയാം? കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. മുന്നേ നീ വിളിച്ചപ്പോൾ ഞാൻ ബിസി ആയിരുന്നു എന്നാണ് പറയുന്നത്. സോ ഐ വാസ് ബിസി, ഞാൻ ബിസി ആയിരുന്നു. എപ്പോൾ? നീ വിളിച്ചപ്പോൾ. ഐ വാസ് ബിസി വെൻ യു, വിളിക്കുക എന്നുള്ള ഇംഗ്ലീഷ് നമുക്കറിയാം കോൾ ആണ്. സോ കോൾഡ്, കഴിഞ്ഞു, വിളിച്ച് കഴിഞ്ഞു. സോ വെൻ യു കോൾഡ്. ഐ വാസ് ബിസി വെൻ യു കോൾഡ്. അതുപോലെ നീ വന്നപ്പോൾ ഞാൻ വീട്ടിലില്ലായിരുന്നു. എങ്ങനെ പറയാം? ഐ വാസ് നോട്ട് ഹോം വെൻ യു കെയിം. നീ വന്നപ്പോൾ, കമ്മിൻ്റെ സെക്കൻഡ് ഫോം നമുക്കറിയാം കെയിം ആണ്. സോ വി ക്യാൻ സേ ഐ വാസ് നോട്ട് ഹോം വെൻ യു കെയിം. ഓക്കെ, അതുപോലെ അവൻ പൈസ ചോദിച്ചപ്പം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഞാനും കുറച്ച് ടൈറ്റ് ആയിരുന്നു. എങ്ങനെ പറയാം? ഐ വാസ് ബ്രോക്ക്. ബ്രോക്ക് മീൻസ് നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ടൈറ്റ് ആണ്, നമ്മൾ ഇപ്പം എന്താ പറയുക, പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന വേറൊരു ടേമാണ്, ഒരു വേർഡാണ് ബ്രോക്ക്. ഐ വാസ് ബ്രോക്ക് വെൻ ഹി ആസ്ക്ഡ് ഫോർ മണി. ഓക്കെ, അതുപോലെ നീ എന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ച സമയത്ത് ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാം? കഴിച്ചു എന്നുള്ളതിന് ഹാഡ് ആണല്ലേ. സോ വി ക്യാൻ സേ ഐ ഓൾറെഡി ഹാഡ് ലഞ്ച് വെൻ യു കോൾഡ് മീ ഔട്ട് ഫോർ ഫുഡ്. അതുപോലെ ആ സംഭവം നടന്നപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു. എങ്ങനെ പറയാം? ആ സംഭവം നടന്നപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു. ഐ വാസ് നോട്ട് ഹിയർ. ഇവിടെ എന്നത് ഹിയർ. സോ ഐ വാസ് നോട്ട് ഹിയർ വെൻ ഇറ്റ് ഹാപ്പൻഡ്. സംഭവിക്കുക, ഹാപ്പൻഡ്. അപ്പം ഒരു സ്പെസിഫിക് ടൈമിൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.